1.5 വയസ്സുകാരൻ നേരിട്ടത് അതിക്രൂരമായ മർദ്ദനമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരികയാണ്. 1.5 വയസ്സ് കുഞ്ഞിനെ അമ്മയും അമ്മയുടെ കാമുകനും കൂടിയിട്ട് കൊല്ലുന്നു. 51 മുറിവുകൾ വെറും 1.5 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ. ഇത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ? ഒരു അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇത് ചെയ്തതിന്റെ കാരണം അവരെ നയിക്കുന്ന പൈശാചിക ശക്തികളാണ്. ഈ അമ്മയും കാമുകനെയും പോലീസ് പിടിച്ചു. ഇനി ഇത്തരം കുറ്റകൃത്യങ്ങൾ സംഭവിക്കാതിരിക്കുമോ? തീർച്ചയായിട്ടും ഇനിയും കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടും, ഇനിയും മേർഡർ ഉണ്ടാവും, ഇനിയും റേപ്പ് ഉണ്ടാവും. കാരണം എന്തെന്ന് വെച്ചാല് പോലീസ് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ കുറ്റത്തിന് കാരണമായിരിക്കുന്ന മനുഷ്യനെ നയിക്കുന്ന പൈശാചിക ശക്തികളെ, പിശാചിന്റെ ശക്തികളെ പോലീസിനോ പട്ടാളത്തിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനാണ് സുവിശേഷം പ്രസംഗിക്കപ്പെടണം. സുവിശേഷം മനുഷ്യരുടെ ഹൃദയത്തിൽ ഉറയ്ക്കണം. സുവിശേഷം എല്ലാ ജീവനുള്ള മനുഷ്യരുടെ ഹൃദയത്തിലും ജീവിക്കണം. എന്നാലേ പൈശാചിക ശക്തികളെ ഇല്ലാതെ നിർമൂലമാക്കാൻ പറ്റും. അല്ലാതെ ഇതിന് ഒരു രക്ഷയുമില്ല. അല്ലാതെ സുവിശേഷം അറിയിക്കുന്നത് ഈ മതം മാറ്റാനോ കൺവേർഷനോ അല്ല. ദാറ്റ്സ് നോട്ട് അറ്റ് ഓൾ ദ റീസൺ. എന്തെന്ന് വെച്ചാല് ബൈബിൾ പറയുന്നു, സുവിശേഷത്തിന് മാത്രമേ ഈ പൈശാചിക ശക്തികളെ, ഈ ഈവിൽ ഫോഴ്സസിനെ നിർമൂലമാക്കാൻ, ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട്.